പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിസ്തരസ്യ സ്പിരിച്വൽ സെൻ്ററിന് വേണ്ടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. സൈക്കോളജി അഥവാ മനഃശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് വ്യക്തിത്വം? എന്താണ് വ്യക്തിത്വ വൈകല്യങ്ങൾ? വ്യക്തിത്വ വൈകല്യങ്ങൾ എത്ര തരമുണ്ട്? ഇതെല്ലാമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8ാമത്തെ ക്ലാസ്സാണ്. വ്യക്തിത്വ വൈകല്യങ്ങളെ, പേഴ്സണാലിറ്റി ഡിസോർഡറിനെ 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കി. അതിൽ 1ാമത്തെ ഗ്രൂപ്പിലെ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കിറ്റ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ സംശയരോഗം, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന മനോഭാവമുള്ളവർ, വിചിത്രമായിട്ടുള്ള ചിന്തകളുള്ള വൈകല്യങ്ങൾ. അങ്ങനെ 1ാം ഗ്രൂപ്പ് നമ്മൾ തീർത്തു. 2ാം ഗ്രൂപ്പ് നമ്മൾ തുടങ്ങി. 2ാം ഗ്രൂപ്പിലെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, അതായത് വികാരങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത, മാനസിക സമ്മർദ്ദം ഒരുപാട് അനുഭവിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് നമ്മൾ മനസ്സിലാക്കി. 2ാമത്തെ ഗ്രൂപ്പിലെ 2ാമത്തെ വിഭാഗമായിട്ടുള്ള, 2ാമത്തെ തരക്കാരായിട്ടുള്ള ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ സമൂഹ വിരുദ്ധർ, സമൂഹത്തിലെ നിയമങ്ങളെ എപ്പോഴും ലംഘിക്കുന്നവരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എപ്പോഴും ഓർക്കുക, ഇതൊരു പഠനമാണ്, ഇതൊരു യാത്രയാണ്, ഇതൊരു മനസ്സിലാക്കലാണ്. അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരെ വിധിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിലെ പോരായ്മകളെ കണ്ട് അവർ ഇത്തരക്കാരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഇതിനെ കണക്കാക്കരുതേ എന്ന് എല്ലാവരോടും പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അപ്പോൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി അഥവാ സമൂഹ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരു സംഭവം ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാം. സംഭവം എങ്ങനെയാണ്? ഒരു വലിയ വേദിയിൽ ഒരു വലിയ വ്യക്തി പറഞ്ഞ ഒരു സംഭവമാണിത്. ഒരു പെൺകുട്ടി, അവൾ സ്കൂളിലെ റാങ്ക് ഹോൾഡറാണ്. റാങ്ക് ഹോൾഡറെന്ന് തന്നെയല്ല, സ്വഭാവം കൊണ്ടും എല്ലാ കാര്യങ്ങൾ കൊണ്ടും അവൾ ക്ലാസ്സിൽ സ്കൂളിൽ 1ാമതാണ്. എന്നാൽ അവൾക്കൊരു ഉദ്ദേശമുണ്ട്, നല്ല നിലയിൽ പഠിച്ചെത്തുക, വിദേശത്തായിരിക്കുന്ന മാതാപിതാക്കളുടെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണം. അങ്ങനെ ആ വർഷവും അവൾ റാങ്ക് നേടി. ആ ദിവസങ്ങളിൽ തുടങ്ങി ഇവളുടെ മൊബൈലിലേക്ക് ഒരു കൺഗ്രാജുലേഷൻ എപ്പോഴും വരാൻ തുടങ്ങി. അഭിനന്ദനങ്ങൾ, ഇനിയും ഇതുപോലെ പഠിക്കണം, ഉയരണം. ആദ്യമൊന്നും ഇവളത് ശ്രദ്ധിച്ചില്ല. പക്ഷേ വീണ്ടും ഈ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവൾ അതിന് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. അവളുടെ വീട്ടിൽ അവളും അമ്മുമ്മയുള്ളൂ. സാവധാനം ഒരു ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആകർഷകമായിട്ടുള്ള വ്യക്തിത്വമുള്ള, ബാഹ്യ ആകാരം കൊണ്ട് അതിസുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവളുടെ വീട്ടിലേക്ക്, ഇവള് 2ാം നിലയിലാണ് താമസിക്കുന്നത്. അവൻ ടെറസിലൂടെ കയറി ഇവരുടെ മുറിയിൽ വരാൻ തുടങ്ങി. കാലക്രമത്തിൽ ഇവർ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്താൻ തുടങ്ങി. ഇവൻ കാശ് ചോദിക്കാൻ തുടങ്ങി. ഇവളുടെ കയ്യിലുള്ള വളകളെല്ലാം അവൻ വിൽക്കാൻ തുടങ്ങി. ഇവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ പെൺകുട്ടി ആകെ അപ്സെറ്റ് ആവുകയാണ്. പെൺകുട്ടി പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. താഴെയുള്ള അമ്മൂമ്മ ഇതൊട്ട് അറിയുന്നുമില്ല. ക്ലാസ്സിൽ റാങ്ക് ഹോൾഡറായിരുന്ന, സ്കൂളിലെ റാങ്ക് ഹോൾഡറായിരുന്ന കുട്ടി ഓരോ ദിവസം തുടങ്ങി പഠനത്തിൽ മോശമാവാൻ തുടങ്ങി. പക്ഷെ കുട്ടിക്ക് ആരോടും പറയാനായിട്ട് ഒരു മടി. അവസാനം ഒരു ദിവസം ഈ കുട്ടി കേൾക്കുകയാണ് അവനെ പോലീസ് പിടിച്ചു, ജയിലിലാണെന്ന്. അങ്ങനെയാണ് ഈ കുട്ടി ആ സ്കൂളിലെ കൗൺസിലറോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. നിയമങ്ങളെ അതിലംഘിക്കുന്ന സാമൂഹ്യ വിരുദ്ധർ
എന്ന് പറയത്തക്ക രീതിയിലുള്ള ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി. മറ്റുള്ളവരുടെ അവകാശങ്ങളെയോ വികാരങ്ങളെയോ ഇവർ മാനിക്കുകയുമില്ല, മറ്റുള്ളവരെ തരി പോലും ബഹുമാനിക്കുകയില്ലാത്ത ഒരു കൂട്ടരാണിത്. സമൂഹത്തിലെ നിയമങ്ങളെല്ലാം ലംഘിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പുമാണ് ആൻറ്റി പേഴ്സണൽ ഡിസോർഡർ അഥവാ സാമൂഹ്യ വിരുദ്ധർ എന്ന ഈ ഗ്രൂപ്പിൽപ്പെട്ടവർ. ആരെയും ബഹുമാനിക്കില്ല, ആരെയും കണക്കാക്കില്ല, മറ്റുള്ളവരെ കഴിവതും സ്വാധീനിക്കാൻ നോക്കും. അപ്പം പെൺകുട്ടിക്കുണ്ടായതുപോലെ വളരെ നല്ല പിള്ള ചമഞ്ഞ് അവരെ സ്വാധീനിച്ച് അവരുടെ കയ്യിലുള്ളത് ഊറ്റിയെടുക്കുക, ഉപദ്രവിക്കുക. ഈ 10 തരക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ, വ്യക്തിത്വ വൈകല്യമുള്ളവര്. 9 തരക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ തരക്കാർക്ക് മാത്രമുള്ള ഒരു കുഴപ്പമാണ് പശ്ചാത്താപമില്ല, മനസ്താപമില്ല. എന്തു തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. സമൂഹത്തിന്, കുടുംബത്തിന്, അയൽവക്കക്കാർക്ക്, എന്തുവേണ്ട ലോകത്തിന് തന്നെ ഭീഷണിയായിട്ട് കടന്നു പോകുന്ന ഒരു ഗ്രൂപ്പാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. അപ്പോൾ ഇവരെപ്പോഴും മറ്റുള്ളവർക്ക് ഒരുപാട് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കി. ഈ ഗ്രൂപ്പിനെ കുറിച്ച്, ഇങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്രകാരമാണ്. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി സ്വഭാവമുള്ളവരെ, സ്വഭാവ വൈകല്യമുള്ളവരെ കണ്ടെത്താനായിട്ട് ചെറുപ്പകാലത്ത് അത്ര എളുപ്പമല്ല. 15 വയസ്സ് കഴിയണം. കൗമാരപ്രായം നമുക്കറിയാം, കൗമാരപ്രായം തുടങ്ങുന്നത് 13ാമത്തെ വയസ്സിലാണല്ലോ. 13 വയസ്സ് 14 വയസ്സിലും ഇവരെ കാര്യമായിട്ട് രോഗനിർണയം നടത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ 15ാമത്തെ വയസ്സ് മുതലാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി വൈകല്യമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ രോഗലക്ഷണത്തിൻ്റെ, ഈ വൈകല്യത്തിൻ്റെ ഒരു വ്യാപകമായിട്ടുള്ള, ദൂരവ്യാപകമായിട്ടുള്ള ഫലം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നുണ പറയുക, കളവ് ചെയ്യുക, ഈ 2 ഗുണങ്ങളും അല്ലെങ്കിൽ ഈ 2 ദോഷഗുണങ്ങളും അവരുടെ ജീവിതത്തിലുടനീളം അവർ കാണിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഈ രോഗത്തിനൊരു കാരണം എന്നുള്ളത് മറ്റ് 10 വൈകല്യങ്ങളെ പോലെ തന്നെ ഇന്നും നമുക്ക് കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. മാനസിക ലോകത്തിന്, മാനസിക ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കുന്ന ലോകത്തിന് എന്ന് തന്നെയുള്ളതാണ് അതിൻ്റെ വാസ്തവം. പറയുന്നത് ഇപ്രകാരമാണ്. 10 വൈകല്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നത് പോലെ ഒന്നില്ലെങ്കിൽ പാരമ്പര്യമാകാം, ജനിതകമാകാം. ഇപ്പോൾ ഒരു വീട്ടിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ ഇതുപോലെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി വൈകല്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ടാവുകയില്ല. പിന്നെ ചെറുപ്പകാലത്തുണ്ടായ പീഡനങ്ങൾ, ചില മാതാപിതാക്കളൊക്കെ കുട്ടികളെ വളരെയധികം ദ്രോഹിക്കില്ലേ? അത് കുട്ടികൾക്ക് അതൊരു ബോധ്യം വരുന്നില്ലെങ്കിൽ, എൻ്റെ പപ്പ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ബോധ്യം കുട്ടിയിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ കുട്ടിയിൽ അത് വിരുദ്ധ മനോഭാവം ഉളവാക്കുമെന്നുള്ളതാണ്. അങ്ങനെ ചെറുപ്പകാലങ്ങളിലൊക്കെ കഠോരമായിട്ടുള്ള പീഡനങ്ങൾ നമുക്കറിയാം. മാതാപിതാക്കളൊക്കെ വിദേശത്തായിരിക്കുക, കുട്ടികളെയൊക്കെ ഡേ കെയറിനോ അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സിനൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. അവരിൽ നിന്ന് ലഭിക്കുന്ന, എല്ലാവരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ സമൂഹം അങ്ങനെയാണെന്നല്ല, ആരെങ്കിലുമൊക്കെ അതിൽ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നവരായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളുടെ ജീവിതത്തെ മുഴുവനായിട്ടും ബാധിക്കുമെന്നുള്ളതാണ്. പിന്നെ സാഹചര്യങ്ങൾ അതുപോലെ തന്നെയാണ്. ചെറുപ്പകാലങ്ങളിൽ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്ന മറ്റു വ്യക്തികളിൽ നിന്ന് ശാരീരികമായിട്ടോ മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, ഇതെല്ലാം ഈ കുട്ടികളെ ഒരുപാട് ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. നമുക്കറിയാം, മാതാപിതാക്കൾ അങ്ങനെയാണെങ്കിൽ മക്കളും ആ വഴിക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തള്ളിക്കളയാനാവുകയില്ല. അപ്പം എങ്ങനെ നമുക്ക് ഈ കുട്ടികളെ ഈ അവസ്ഥയിലേക്ക് പോകാതെ നോക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് നുണ പറയുന്നവരാണെങ്കിൽ, ഇപ്പോൾ ആദ്യ ക്ലാസ്സുകളിലൊക്കെ
കളവ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ക്രോണിക് ആണെന്ന് പറയുന്നത്. ക്രോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വരുന്നതായിരിക്കും. തുടർച്ചയായിട്ട് നുണ പറയുക, തുടർച്ചയായിട്ട് കളവ് ചെയ്യുക. ചിലപ്പോൾ കുട്ടികളുടെ ഒരു റബ്ബറായിരിക്കാം കട്ടെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പെൻസിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേനയായിരിക്കാം, അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ അത് തുടർച്ചയായിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നുണ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പം തെറ്റുകളൊക്കെ ചെയ്ത് മാതാപിതാക്കൾ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ ശാസിക്കുകയോ ഒക്കെ ചെയ്താൽ യാതൊരു പ്രതിഫലനവും ഇല്ലാതെ അങ്ങനെ അനങ്ങാതെ കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളെയൊക്കെ ഒന്നില്ലെങ്കിൽ സ്കൂൾ കൗൺസിലറെയോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ബഹുമാനിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തികളെ കൊണ്ട് കാണിക്കുന്നതൊക്കെ എപ്പോഴും നല്ലതായിരിക്കും. രോഗനിർണയത്തെക്കാൾ ഉപരി അത്തരത്തിലൊരു രോഗാവസ്ഥയിലേക്ക്, അതായത് ആൻറ്റിസോഷ്യൽ എന്നൊരു വൈകല്യത്തിലേക്ക് പോകാത്ത വിധം കുട്ടികളെ നമുക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ഞാൻ പറയാറില്ല, അമേരിക്കയിലൊക്കെ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഒരു ഡോക്ടറും ഉണ്ടാവും, ഒരു കൗൺസിലറും ഉണ്ടാവും, ഒരു വക്കീലും ഉണ്ടാവും എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഒരു കുട്ടിയും ജനന സമയം മുതൽ ഈ കൗൺസിലറുടെ അല്ലെങ്കിൽ ഡോക്ടറുടെ അല്ലെങ്കിൽ വക്കീലിൻ്റെ ഒക്കെ വലിയ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഇവരുടെ വലിയ സംരക്ഷണം, പരിരക്ഷണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കൗൺസിലറുടെ കീഴിലാണെങ്കിൽ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു മനോഭാവം വളർന്നു വരുന്നുണ്ടെങ്കിൽ, ഒരു കൗൺസിലറുടെ നിരീക്ഷണത്തിലാണെങ്കിൽ കൗൺസിലറിന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൊച്ചിലേ തുടങ്ങി എറിക് ബെർനെ എന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്ന പ്രകാരമാണ് ഒരു 12 വയസ്സിന് മുൻപാണെങ്കിൽ കുട്ടികളിൽ നമുക്ക് വലിയ കറക്ഷൻസ് നടത്താനായിട്ട് സാധിക്കും. അവൻ്റെ രോഗനിർണയം ഏത് രോഗാവസ്ഥയിലാണെങ്കിലും അതിനെ രോഗം നിർണയിക്കുവാനും തക്കതായ സമയത്ത് തക്കതായിട്ടുള്ള ഇടപെടലുകൾ നടത്തുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ സാഹചര്യങ്ങളിലോ അതുപോലുള്ളൊരു സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ നിർബന്ധപൂർവം ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു കൗമാരക്കാരനെ അല്ലെങ്കിൽ ഒരു യുവാവിനെ ഇതുപോലെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ എത്തിച്ചാൽ കുട്ടി അത് ബോധപൂർവം അല്ലെങ്കിൽ അവൻ്റെ സമ്മതത്തോടെ അല്ലെങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് ഉളവാക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ ഉളവാകുകയില്ല. കാരണം നമുക്കറിയാം, കുട്ടിയുടെ പെരുമാറ്റം തന്നെ ആരെയും റെസ്പെക്റ്റ് ചെയ്യാത്തതാണ്, എല്ലാവരെയും പുച്ഛിക്കുന്നതാണ്, എല്ലാവരെയും പരിഹസിക്കുന്നവരാണ്, ദേഹോപദ്രവം ചെയ്യുന്നതാണ്, ആർക്കും ഇഷ്ടമില്ലാത്ത വിധത്തിൽ പെരുമാറുന്നവരാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിയെ നമ്മൾ ഇതുപോലെ പിടിച്ചു കെട്ടിയൊക്കെ കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. അതൊന്നും ഒരു നല്ല ഫലം ഉളവാക്കുകയില്ല. അതുകൊണ്ട് ചെറുപ്പത്തിലേ മുതൽ കുട്ടിയിൽ കളവിൻ്റെ അല്ലെങ്കിൽ നുണ പറയുന്നതിൻ്റെയൊക്കെ ശീലങ്ങൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ കുട്ടിയെ എത്രയും വേഗം നമുക്ക് അടുത്ത് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ അല്ലെങ്കിൽ അവളെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് വലിയ അനുഗ്രഹമായിട്ടുള്ളത്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് അസോസിയേഷൻ്റെ DSM മാനദണ്ഡമുണ്ട്, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ. അതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ ICD ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഈ 2 മാനദണ്ഡങ്ങളാണ് ഒരു വ്യക്തിയുടെ രോഗനിർണയത്തിനായിട്ട് ഇന്ന് ലോകത്തിൽ നിലവിൽ ഉള്ളത്. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് ഒരു സൈക്കാട്രിസ്റ്റ് ആകട്ടെ ഒരു സൈക്കോളജിസ്റ്റ് ആകട്ടെ ഈ ഒരു വ്യക്തിയുടെ രോഗനിർണയം ചെയ്യുന്നത്. അപ്പം വ്യക്തിത്വ വൈകല്യങ്ങൾ കുട്ടികളിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട്, ഒരുപക്ഷെ നമ്മൾ കാണുന്ന വിധത്തിലായിരിക്കില്ല ആ രോഗത്തിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ തരംതിരിവിനെ കുറിച്ചൊക്കെ അവർ മനസ്സിലാക്കുക. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ രോഗാവസ്ഥ, ഏത് രോഗാവസ്ഥയാകട്ടെ ഏത് വൈകല്യങ്ങളാകട്ടെ അത് കഠിനമാണോ ലഘുവാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു സൈക്കാട്രിസ്റ്റ് ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ഗ്രൂപ്പിനൊക്കെയാണ് സാധിക്കുക. അവരുടെ ഇടപെടലുകളിലൂടെ അവരെ ആ അവസ്ഥയിൽ നിന്ന് വിമോചിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, തെറാപ്പികളൊക്കെ ഉണ്ട്, അതുപോലെ കൗൺസിലിങ്ങുകളുണ്ട്, ഇനി രോഗത്തിൻ്റെ കഠിനാവസ്ഥ അനുസരിച്ച് മെഡിക്കേഷനുണ്ട്. എല്ലാ സാധ്യതകളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിൽ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ, നമ്മുടെ അയൽവക്കങ്ങളിൽ ഇതുപോലെ എപ്പോഴും നുണ പറയുന്ന, എപ്പോഴും കളവ് പറയുന്ന, എപ്പോഴും കളവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ച് മനസ്താപമില്ലാത്ത, ഉപദ്രവകാരികളായിട്ടുള്ള, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന, പരിഗണിക്കാതിരിക്കുന്ന,
മറ്റുള്ളവരെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ഇമ്പുൾസീവ്, അഗ്രസീവ് എന്നൊക്കെയാണ് ഇവരെ പറയുന്നത്. എപ്പോഴും ഒരു അക്രമ സ്വഭാവമൊക്കെ കാണിക്കുന്ന കുട്ടികളിലൊക്കെ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് സഹായിക്കാനായിട്ട്, സർവോപരി നമ്മൾക്ക് അവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട്, അവരുടെ സമ്മതത്തോട് തന്നെ ബോധ്യങ്ങൾ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ ഒരു സൈക്കോളജി ഗ്രൂപ്പിൻ്റെ അടുത്തോ കൊണ്ടുപോയി അവർക്ക് വേണ്ട വിധത്തിൽ കൃത്യസമയത്ത് ഒരു ചികിത്സ നൽകുവാനൊക്കെ ആയിട്ട് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സമൂഹവിരുദ്ധരെന്ന് മുദ്ര കുത്തുന്ന നമ്മുടെ മക്കൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇടവരുമെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എൻ്റെ ഈ ക്ലാസ് ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു സമൂഹ വിരുദ്ധൻ അല്ലെങ്കിൽ സമൂഹ വിരുദ്ധ എന്നുള്ളൊരു നാമം വരാതിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ നുണ പറയുന്ന, കളവ് പറയുന്ന, ബഹുമാനിക്കാത്ത, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന, അപകടകാരികളായിട്ടുള്ള ഒരു വ്യക്തികൾ സമൂഹത്തിൽ വളർന്നു വരാതിരിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. അതിനുവേണ്ടി വരും തലമുറയിലെ മക്കളെ ലോകത്തിന് സമ്മാനിക്കുന്ന ഓരോ മാതാപിതാക്കളും അതുപോലെ കെയർ ടേക്കേഴ്സൊക്കെ വേണ്ട വിധം പരിശ്രമിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയോടെ സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.